നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9-ന്, വോട്ടെണ്ണൽ മെയ് 4-ന്. തീയതി പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പിന്റെയും പ്രചരണത്തിന്റെയും പോരാട്ടത്തിലേക്ക് കേരളം കടക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമാവുകയാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പുതുക്കാട് LDF സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു. നിലവിലെ MLA KK രാമചന്ദ്രൻ തന്നെയാണ് ഇത്തവണയും LDF സ്ഥാനാർത്ഥി. തൊട്ടു പിന്നാലെ പ്രചരണത്തിന് തുടക്കമിട്ട് KK രാമചന്ദ്രൻ. അളഗപ്പനഗർ പാലക്കുന്നിൽ വൈദ്യുതി പോസ്റ്റിൽ പാർട്ടി ചിഹ്നം പതിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിൽ സംഘർഷം. 7 പേർക്ക് പരിക്ക്. സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ കേന്ദ്രസേന പാലക്കുന്നിൽ റൂട്ട് മാർച്ച് നടത്തി. ദേശീയപാതയിൽ സിനിമ സ്റ്റൈൽ ചേസിംഗ്. വായുവിൽ പറന്നത് ആഡംബരക്കാർ. ഒടുവിൽ കൊരട്ടിയിൽ കുടുങ്ങി വൻ ലഹരിവേട്ട. വിശ്വാസ തീഷ്ണതയോടെ പള്ളിക്കുന്നിൽ 15ാമത് അതിരൂപത ദർശന സഭ മഹാസംഗമം നടത്തി. മരണത്തിനു ശേഷവും ജീവിക്കാം. നെല്ലായിൽ അവയവദാതാക്കളുടെ മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. വിനീഷിന് താങ്ങായി സേവാഭാരതി. ഓട്ടോമാറ്റിക് വീൽ ചെയർ വിതരണം ചെയ്തു. മന്നക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ കൈത്താങ്ങ്. കൊടകരയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നു. കല്ലൂരിൽ 15ാമത് രക്തദാന മഹാമഹം. സ്തുത്യർഹ സേവനവുമായി സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9-ന്, വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. കേരളത്തിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടവും സംസ്ഥാനത്ത് നിലവിൽ വന്നു. തെരഞ്ഞെടുപ്പിന് മാർച്ച് 23 വരെ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന മാർച്ച് 24-ന്. തീയതി പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പിന്റെയും പ്രചരണത്തിന്റെയും പോരാട്ടത്തിലേക്ക് കേരളം കടന്നുകഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമാവുകയാണ്. കേരളത്തിലാകെ 2.7 കോടി വോട്ടർമാരാണുള്ളത്. കേരളത്തിൽ 30,471 പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. 100 വയസ്സിന് മുകളിലുള്ള 1571 വോട്ടർമാരുണ്ട്. കേരളത്തിൽ 4.24 ലക്ഷം പുതിയ വോട്ടർമാർ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ജനാധിപത്യോത്സവത്തിൽ യുവത പങ്കാളികളാകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പുതുക്കാട് LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. നിലവിലെ MLA KK രാമചന്ദ്രൻ തന്നെയാണ് ഇത്തവണയും LDF സ്ഥാനാർത്ഥി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ KK രാമചന്ദ്രന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പുതുക്കാട് മണ്ഡലത്തിൽ ഇത്തവണ ആദ്യം പ്രഖ്യാപിക്കുന്നത് രാമചന്ദ്രന്റെ പേരാണ്. പിന്നാലെ KK രാമചന്ദ്രന്റെ പോസ്റ്ററുകൾ LDF സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു തുടങ്ങി. KK രാമചന്ദ്രൻ MLAയുടെ പ്രചാരണ പരിപാടികളുടെ തുടക്കമായി റോഡ് ഷോ നടത്തി. ഓപ്പൺ ജീപ്പിലായിരുന്നു മണ്ഡലത്തിലുടനീളം KK രാമചന്ദ്രൻ പ്രചരണം നടത്തിയത്. നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടെയായിരുന്നു പ്രചരണത്തിന് തുടക്കമായത്. തൃശൂർ ജില്ലയിൽ LDFന് സ്ഥാനാർത്ഥികളായി. തൃശൂരിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ, ഒല്ലൂർ K രാജൻ, നാട്ടിക ഗീതാ ഗോപി, കയ്പമംഗലം KK വത്സരാജ്, കൊടുങ്ങല്ലൂർ VR സുനിൽകുമാർ, കുന്നംകുളം AC മൊയ്തീൻ, ചേലക്കര UR പ്രദീപ്, മണലൂർ പ്രൊഫസർ C രവീന്ദ്രനാഥ്, ഗുരുവായൂർ NK അക്ബർ, പുതുക്കാട് KK രാമചന്ദ്രൻ, ഇരിഞ്ഞാലക്കുട R ബിന്ദു, വടക്കഞ്ചേരി സേവ്യർ ചിറ്റിലപ്പള്ളി എന്നിവരെയാണ് പ്രഖ്യാപിച്ചത്. ചാലക്കുടി മാത്രം പ്രഖ്യാപനം നടന്നിട്ടില്ല. അളഗപ്പനഗർ പാലക്കുന്നിൽ വൈദ്യുത പോസ്റ്റിൽ പാർട്ടി ചിഹ്നം പതിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിൽ സംഘർഷം. 7 പേർക്ക് പരിക്ക്. സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ കേന്ദ്രസേന പാലക്കുന്നിൽ റൂട്ട് മാർച്ച് നടത്തി. ശനിയാഴ്ച രാത്രിയിൽ കീനൂർ ക്ഷേത്രത്തിന് സമീപമായിരുന്നു സംഘർഷം. കോൺഗ്രസിലെ ഷാജു പൂവത്തുകാരൻ, അഭിജിത്ത് അഭിമന്യു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ ആദ്യം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. ഷാജുവിന്റെ പരിക്ക് സാരമുള്ളതാണ്. CPMലെ മിഥുൻ, വിശാൽ, വിഷ്ണു, രഞ്ജിത്ത്, സമിൻലാൽ എന്നിവർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും
പിന്നീട് തൃശൂർ ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി. ഇതിൽ മിഥുന് സാരമായി പരിക്കുണ്ട്. ഇരു കൂട്ടർക്കുമെതിരെ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. കോൺഗ്രസ് ചായം വരച്ച ഇലക്ട്രിക് പോസ്റ്റുകളിൽ CPM പ്രചരണം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു തർക്കം. ഇരുമ്പ് വടികൊണ്ട് പരസ്പരം ആക്രമിച്ചുവെന്നും പറയുന്നുണ്ട്. പൊതുസ്ഥലത്ത് ഇരു കൂട്ടരും പ്രചരണം നടത്തിയത് തെറ്റാണെന്ന് വരന്തരപ്പള്ളി പോലീസും പറഞ്ഞു. അതേസമയം CPM അക്രമരാഷ്ട്രീയം ഇറക്കുകയാണെന്നും പോലീസ് CPMന് കൂട്ടുനിൽക്കുകയാണെന്നും ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധ യോഗം ചേർന്നു. സമാന രീതിയിൽ അമ്പലൂരിലും കഴിഞ്ഞ ദിവസം CPM കോൺഗ്രസ് പ്രചരണ സാമഗ്രികൾ നശിപ്പിച്ചെന്ന് നേതാക്കൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമാധാനപരമാക്കാൻ പോലീസ് നീതിയുക്തമായും ശക്തമായും ഇടപെടണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് അംഗം KK ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ K ഗോപാലകൃഷ്ണൻ, KM ബാബുരാജ്, ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, KL ജോസ്, ആൻഡസ് കണ്ണമ്പുഴ, P ഗോപാലകൃഷ്ണൻ, ഹരൺ ബേബി എന്നിവർ പ്രസംഗിച്ചു. അതിരൂപത ദർശന സഭാ സമൂഹത്തിന്റെ 15ാമത് സംഗമവും പൊതുസമ്മേളനവും വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ നടന്നു. അതിരൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നുള്ള ദർശന സഭാംഗങ്ങൾ പങ്കെടുത്ത സംഗമത്തിൽ ആത്മീയ ചടങ്ങുകളും സാമൂഹിക ചർച്ചകളും നടന്നു. അതിരൂപത ദർശന സഭാ സമൂഹത്തിന്റെ 15ാമത് സംഗമവും പൊതുസമ്മേളനവും വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ നടന്നു. അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള ദർശന സഭാംഗങ്ങൾ പങ്കെടുത്ത സംഗമത്തിൽ ആത്മീയ ചടങ്ങുകളും സാമൂഹിക ചർച്ചകളും നടന്നു. രാവിലെ 9:40 പതാക ഉയർത്തലോടെയാണ് മഹാസംഗമത്തിന് തുടക്കമായത്. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുർബാനയ്ക്ക് ശേഷം ഭക്തി നിർഭരമായ പ്രദക്ഷിണവും നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം അതിരൂപത വികാരി ജനറൽ മോൻ ജെയ്സൺ കുനംപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കുന്ന് ഇടവക വികാരി ഫാദർ ആൻഡോ ചിരിയങ്കണ്ടത്ത് അധ്യക്ഷത വഹിച്ചു. ദർശനസഭ അതിരൂപത ഡയറക്ടർ ഫാദർ പോൾസൺ പാലത്തിങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ അതിരൂപത ദർശന സഭാ സമൂഹം പ്രസിഡന്റ് വർഗീസ് തെക്കേത്തല, സെക്രട്ടറി CC വിൻസെന്റ്, ട്രഷറർ ഹെൻറി ലൂക്കോസ്, പള്ളിക്കുന്ന് ഇടവക സഹവികാരി ഫാദർ ജീസ്മോൻ ചെമ്മണ്ണൂർ, പള്ളിക്കുന്ന് കോൺവെന്റ് മദർ സിസ്റ്റർ ജസ്മിൻ കുര്യൻ, തൃശൂർ അതിരൂപത ഏകോപന സമിതി സെക്രട്ടറി ഷിൻഡോ മാത്യു, പള്ളിക്കുന്ന് ട്രസ്റ്റി ആന്റണി വെളിയനാട്ടുകാരൻ, പള്ളിക്കുന്ന് ഏകോപന സമിതി പ്രസിഡന്റ് ജോസ് പള്ളിപ്പുറത്തുകാരൻ, തൃശൂർ അതിരൂപത ദർശന സഭാ സമൂഹം വൈസ് പ്രസിഡന്റ് MK ജോഷി, ജോയിന്റ് സെക്രട്ടറി ടോമി തോലത്ത്, 15ാമത് മഹാസംഗമം പ്രോഗ്രാം കൺവീനർ ജെയിംസ് തിദായി, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി പ്രസിഡന്റും പള്ളിക്കുന്ന് ദർശന സഭാ സമൂഹം പ്രസിഡന്റുമായ ഷാജേഷ് തായ്വളപ്പിൽ തുടങ്ങിയവരും പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. മരണാനന്തര പരസ്പര സഹായനിധി ഭേദഗതി, അവാർഡ് വിതരണം, സംഭാവന കൂപ്പൺ നറുക്കെടുപ്പ് എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. സംഗമത്തിനെത്തിയവർക്കായി ഒരുക്കിയ സ്നേഹവിരുന്നോടെയാണ് 15ാമത് അതിരൂപത ദർശന സഭാ സംഗമം സമാപിച്ചത്. ഈ പ്രസംഗം ഒരു ക്രമീകരണത്തിലൂടെ പോവുകയാണ്. അത് കുറേയേറെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റവും അമൂല്യമായി കരുതുന്നവരാണ്. അതുകൊണ്ടാണ് വിശ്വാസബന്ധിതയായ ഒരു ജീവിതം നയിക്കാൻ തീക്ഷ്ണതയോടെ നമ്മളെല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളിക്കുന്ന് അസംഷൻ ഇടവകയെ സംബന്ധിച്ച് ഇന്ന് സുന്ദരമായൊരു ബോധമാണ്. ഒരുപക്ഷെ ഈ ബോർഡ് ഇങ്ങനെയൊരു പരിപാടിക്ക് ഏറ്റവും ജനനിബിഡമായിട്ട് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. ബാൽക്കണിക്ക് നിറഞ്ഞു, പുറത്ത് പന്തൽ നിറഞ്ഞു, ഉല്ലാസം നിറഞ്ഞു, ദർശന സഭ അംഗങ്ങൾ ചിലർക്കാരെ എനിക്ക് ബോധ്യമായി. തൃശ്ശൂർ അതിരൂപതയിലെ ദർശന സഭാ സമൂഹത്തിലുള്ള എല്ലാവരിലും നിന്നും വളരെ സന്തോഷത്തോടുകൂടെ ആഗ്രഹത്തോടുകൂടെ ഇത് സ്വന്തം ഒരു കൂടിച്ചേരലിന്റെ ആവശ്യമാണെന്ന് മനസ്സിലായി ഇവിടെ സംബന്ധിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് നിങ്ങളുടെ ഈ തൃശ്ശൂർ ദർശന സഭയുടെ 15ാം മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വലിയ സന്തോഷവും അതോടൊപ്പം തന്നെ അഭിമാനവും ഏറ്റവും അനുഗ്രഹദായകമായ മനോഹരമായ ഒരു വലിയ സംഗമത്തിലാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നിമിഷത്തിലാണ് ഞാൻ ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത്. ഏറെ സന്തോഷം. നിങ്ങളെ വിട്ട് വിപരീതമായി
ഒരു ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമുള്ളൂ. ഇന്നലെ BP കൂടെ എന്തൊക്കെ ഉണ്ടായി, കുറച്ച് നേരം തലകറക്കൊക്കെ ഉണ്ടായി. എന്തായാലും ഈ നിമിഷം വരെ വളരെ സന്തോഷകരമാണ്. അപ്പോൾ എനിക്ക് നമ്മളെല്ലാവരെയും സ്വാഗതം പറഞ്ഞ് വേദിയിലേക്ക് ഒരാൾ കയറ്റിയിരുത്തി നമ്മുടെ അതിരൂപത ദർശന സമൂഹത്തിന്റെ 25 വർഷം 100 വർഷം പൂർത്തീകരിച്ച യൂണിറ്റ് അംഗങ്ങളുടെ മക്കൾക്കായ SSLC, +2 എന്നിവയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കും നവോദിക നവസിസ്റ്റേഴ്സ് എന്നീ അംഗങ്ങളെ ആദരിച്ചു. സംഗമത്തിന് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിച്ച പുതുക്കാട് എന്നിവപ്പെട്ട യൂണിറ്റുകളെ മെമ്മന്റോ നൽകി ആദരിച്ചു. സംഭാവന കൂപ്പൺ കൂടുതൽ വിതരണം ചെയ്ത പുതിയച്ചിറ 150 ബുക്ക്, എന്നിവപ്പെട്ട 115 ബുക്ക്, തിരൂർ 100 ബുക്ക് എന്നീ യൂണിറ്റുകളെ മെമ്മന്റോ നൽകി ആദരിച്ചു. രംഗപൂജ അവതരിപ്പിച്ച വടക്കാഞ്ചേരി യൂണിറ്റ്, സംഘനൃത്തം അവതരിപ്പിച്ച കല്ലൂർ കിഴക്കൻ യൂണിറ്റും ആദരവ് ഏറ്റുവാങ്ങി. കൊരട്ടിയിൽ ദേശീയപാതയിൽ സിനിമയെ വെല്ലുന്ന ചേസിംഗിനൊടുവിൽ വൻ ലഹരിമരുന്ന് വേട്ട. ഏകദേശം 96.45 ഗ്രാം അതിമാരക രാസലഹരിയായ MDMA-യുമായി കൊല്ലം സ്വദേശി ഷംനാദിനെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. ലഹരി കടത്താൻ ഉപയോഗിച്ച ആഡംബര കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. കോയമ്പത്തൂരിൽ നിന്ന് കൊല്ലം ഭാഗത്തേക്ക് ലഹരിമരുന്നുമായി വരികയായിരുന്ന ഷംനാദിന്റെ കാറിനെ പാലിയേക്കര ടോൾ പ്ലാസ മുതൽ പോലീസ് പിന്തുടർന്നു. പോലീസിനെ തിരിച്ചറിഞ്ഞ പ്രതി ദേശീയപാതയിലൂടെ കാർ അമിത വേഗതയിൽ പായിക്കുകയായിരുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ 4ഓളം വാഹനങ്ങളെ പ്രതി ഇടിച്ചു തെറിപ്പിച്ചു. കിലോമീറ്ററുകളോളം പിന്തുടർന്ന ഡാൻസ് ഓഫ് സംഘം ഒടുവിൽ കൊരട്ടിയിൽ വെച്ച് റോഡ് ബ്ലോക്ക് ചെയ്താണ് പ്രതിയെ സാഹസികമായി കീഴ്പ്പെടുത്തിയത്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ ഷംനാദ് നേരത്തെയും 6ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മയക്കുമരുന്ന് കേസുകൾക്ക് പുറമെ പൊതുനിരത്തിൽ അപകടകരമായി വാഹനമോടിച്ചതിനും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. നാർക്കോട്ടിക് സെൽ DYSP അബ്ദുൽ സലാമിന്റെയും കൊരട്ടി പോലീസിന്റെയും നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. പിടിയിലായ പ്രതിയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇനി കാണാം ബിസിനസ് വാർത്ത. കുതിച്ചുയരുന്ന പെട്രോൾ വിലയിൽ വലയുന്ന സാധാരണക്കാർക്ക് ആശ്വാസമായി കല്ലൂരിൽ ഇലക്ട്രിക് വാഹന വിപ്ലവം തുടങ്ങുന്നു. പ്രമുഖ ഇലക്ട്രിക് വാഹന ബ്രാൻഡായ കോമാക്കിയുടെ അത്യാധുനിക ഷോറൂം കല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. 36 വർഷത്തെ വിശ്വസ്തമായ സേവന പാരമ്പര്യമുള്ള റിങ്സ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ റിങ്സ് ഇലക്ട്രിക് സ്കൂട്ടർ ആൻഡ് ബൈക്സാണ് ഈ പുതിയ ചുവടുവയ്പ് നടത്തുന്നത്. കല്ലൂർ മാവിൻചുവട് മുസ്ലിം പള്ളി ബസ് സ്റ്റോപ്പിന് സമീപമുള്ള RBQ ബിൽഡിംഗിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഷോറൂമിന്റെ ഉദ്ഘാടനം സുബിത വിനോദ് നിർവഹിച്ചു. ചടങ്ങിൽ ഉടമ KG വിനോദ്, മാനേജർ KB സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. കുട്ടനെല്ലൂർ, ചൊവ്വൂർ എന്നിവിടങ്ങളിലെ വിജയകരമായ പ്രവർത്തനത്തിന് ശേഷമാണ് റിങ്സ് ഗ്രൂപ്പ് ഇപ്പോൾ കല്ലൂരിലും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നത്. പെട്രോൾ ചെലവില്ലാതെ കുറഞ്ഞ ചെലവിൽ യാത്ര ആഗ്രഹിക്കുന്നവർക്കായി വെറും 52,900 രൂപ മുതൽ ആരംഭിക്കുന്ന ആകർഷകമായ മോഡലുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് പുറമെ കൃത്യമായ സർവീസ് സൗകര്യങ്ങളും സ്പെയർ പാർട്സുകളുടെ ലഭ്യതയും ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്കായി ലളിതമായ രീതിയിലുള്ള ഈസി ലോൺ സൗകര്യവും മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. കല്ലൂർ മുസ്ലിം പള്ളിക്ക് എതിർവശമുള്ള ഒരു ഷോറൂമാണ്. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ലൈസൻസ് വേണ്ട, രജിസ്ട്രേഷൻ വേണ്ട. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യാം. ഞങ്ങളിവിടെ ഒരു പുതിയ ഇലക്ട്രിക് ഷോപ്പ് തുടങ്ങിയിരിക്കുകയാണ്. EV സ്കൂട്ടറിൻ്റെ അതിൽ ലൈസൻസ് വേണ്ടാത്തതും രജിസ്ട്രേഷൻ വേണ്ടാത്തതായിട്ടുള്ള വണ്ടികളാണ്. കല്ലൂർ മുസ്ലിം പള്ളി സ്റ്റോപ്പിലാണ് നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ആർക്കും വേണമെങ്കിലും ഈ ഷോപ്പിൽ സന്ദർശിക്കാവുന്നതാണ്. പിന്നെ 52,900 മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളത് ചൊവ്വൂരാണ് നമ്മുടെ ഷോറൂം വരുന്നത്. പിന്നെ കുട്ടനെല്ലൂരും 2 ഷോപ്പുകളുണ്ട്. ഇതടക്കം 3ാമത്തെ ഇപ്പോൾ പുതിയത് ഉദ്ഘാടനം കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഇലക്ട്രിക്കൽ സ്കൂട്ടറിൻ്റെ ഒരു ഷോറൂം കൂടെ കല്ലൂർ മുസ്ലിം പള്ളി സ്റ്റോപ്പിൽ ആരംഭിച്ചിരിക്കുകയാണ്. റിങ്സ് ഇലക്ട്രിക്കൽ സ്കൂട്ടർ ആൻഡ് ബൈക്സ് ഞങ്ങളുടെ വണ്ടികൾ കൊമാക്കിയുടെ വണ്ടികളാണ് കൂടുതലും ഇത് ചെയ്യുന്നത്. ഒന്നും രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത വണ്ടികളാണ്. രജിസ്ട്രേഷൻ വേണ്ട, ലൈസൻസ് വേണ്ട. അപ്പോൾ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 52,900 അവിടെ നിങ്ങളുടെ ഓരോ പല വേരിയൻറ്റിലും പല വ്യത്യാസമായിട്ട് വില വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചൊവ്വൂർ ഒരു ഷോറൂമുണ്ട്, കുട്ടനല്ലൂർ ഷോറൂമുണ്ട്. കുട്ടനല്ലൂർ ഷോറൂം എന്ന് പറയുന്ന ഷോറൂമിലും അനുബന്ധിച്ച് തന്നെ ഞങ്ങൾക്ക് വർക്ക്ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ എല്ലാ സർവീസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്.
കല്ലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും വാഹനപ്രേമികൾക്ക് കൊമാക്കിയുടെ കരുത്തുറ്റ ഇലക്ട്രിക് വാഹനങ്ങൾ ഇനി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് സ്വന്തമാക്കാം. ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ലാത്ത മോഡലുകൾ ഇവിടെ നിന്ന് ലഭിക്കും. ചൊവ്വൂരിലും കുട്ടനെല്ലൂരിലും ഷോറൂമുകളുള്ള റിങ്സ് ഇലക്ട്രിക് സ്കൂട്ടർ ആൻഡ് ബൈക്സിന്റെ മൂന്നാമത്തെ ഷോറൂമാണ് കല്ലൂരിലേത്. ഇലക്ട്രിക് ടൂ വീലേഴ്സിന്റെ വിൽപ്പനയിലും സർവീസിലും പാർട്സ് ലഭ്യതയിലും മികവ് തെളിയിച്ച സ്ഥാപനമാണ് ഇത്. സർവീസിന് മറ്റു സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടതില്ലെന്ന പ്രത്യേകതയും ഉണ്ട്. കൊമാക്കി ഇലക്ട്രിക് വെഹിക്കിൾ ഡിവിഷന്റെ ഓതറൈസ്ഡ് ഡീലർ കൂടിയാണ് റിങ്സ് ഗ്രൂപ്പ്. റിങ്സ് ഇലക്ട്രിക് സ്കൂട്ടർ ആൻഡ് ബൈക്സ് RBQ ബിൽഡിംഗ്, മാവിൻചുവട് മുസ്ലിം പള്ളി റോഡ് സ്റ്റോപ്പിന് സമീപം, കല്ലൂർ. കൂടുതൽ വിവരങ്ങൾക്കായി 9496761688 അല്ലെങ്കിൽ 7012227881 അല്ലെങ്കിൽ 9947764181 അല്ലെങ്കിൽ 7012431648 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. മരണാനന്തര ശരീര അവയവദാതാക്കളുടെയും പ്രവർത്തകരുടെയും സംസ്ഥാനതല സംഗമം നെല്ലായി മാധവ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കേരള യുക്തിവാദി സംഘം, ഡോക്ടർ AT കോവൂർ ട്രസ്റ്റ്, നെല്ലായി തച്ചുടപ്പറമ്പ് പൗലോസ് എൻഡോമെന്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സംഗമം നടന്നത്. കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറും കേരള ലൈബ്രറി കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ AT കോവൂർ ട്രസ്റ്റ് ചെയർമാൻ ഇരിങ്ങൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മൃതശരീരം ദാനം ചെയ്തവരെ അനുസ്മരിച്ച ചടങ്ങിൽ പുതിയതായി ശരീര അവയവദാന സമ്മതപത്രം നൽകിയവർക്കുള്ള ഡോണർ കാർഡ് വിതരണവും നടന്നു. നിരവധി പേർ ചടങ്ങിൽ വെച്ച് മരണാനന്തര അവയവദാനത്തിനുള്ള സമ്മതപത്രം അധികൃതർക്ക് കൈമാറി. ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു, അഡ്വക്കേറ്റ് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ, കോവൂർ ട്രസ്റ്റ് സെക്രട്ടറി ധനുവച്ചപുരം സുകുമാരൻ, തൃശൂർ മെഡിക്കൽ കോളേജ് അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ KK ഉഷ, പറപ്പൂക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A രാജീവ്, യുക്തിവാദി സംഘം ജില്ലാ സെക്രട്ടറി AR സതീഷ്, മുകുന്ദപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് രാജൻ നെല്ലായി തുടങ്ങിയവർ പ്രസംഗിച്ചു. അവയവദാനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികളോടെയാണ് സംഗമം സമാപിച്ചത്. അഖിലേന്ത്യാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ കൊടകര ഏരിയ കൺവെൻഷൻ പുതുക്കാട് വെച്ച് ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് MK മോഹനൻ അധ്യക്ഷത വഹിച്ചു. MK അശോകൻ, AC വേലായുധൻ, AK ബാലൻ, വൃന്ദ ഭാസ്കരൻ, PG ഷാജു തുടങ്ങിയവർ പ്രസംഗിച്ചു. ജന്മന ഇരു കാലുകളും തളർന്ന് ജീവിതം വീടിനുള്ളിൽ ഒതുങ്ങിപ്പോയ വിനീഷിന് താങ്ങായി പാലാഴി സേവാഭാരതി. കോലോത്തുപറമ്പിൽ കുമാരന്റെ മകൻ വിനീഷിന് സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ഓട്ടോമാറ്റിക് വീൽചെയർ വിതരണം ചെയ്തു. വിനീഷിന്റെ ദൈനംദിന ജീവിതത്തിന് വലിയ ആശ്വാസമാകുന്ന ഓട്ടോമാറ്റിക് വീൽചെയർ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വെച്ചാണ് കൈമാറിയത്. ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി ശാന്താനന്ദ സരസ്വതി ചടങ്ങിന് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചേമ്പാല പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. RSS നെന്മണിക്കര മണ്ഡലം കാര്യവാഹ് സുമീഷ്, കുന്നം വിഷ്ണു നമ്പൂതിരി, പാലാഴി സേവാഭാരതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ, സെക്രട്ടറി അരുൺദാസ്, RSS പാലാഴി സ്ഥാൻ പ്രമുഖ് സുരേന്ദ്രൻ വെള്ളാമ്പറമ്പിൽ, വിനോദ് പാലക്കട തുടങ്ങിയവർ പ്രസംഗിച്ചു. സേവനപാതയിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ്. ക്ലബിന്റെ നേതൃത്വത്തിലുള്ള 173ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. കൊടകരയിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി സാധാരണക്കാർക്ക് ആശ്വാസമായാണ് ഈ ക്യാമ്പ് നടന്നത്. ഡോക്ടർ ആൻഡ്രോസ് പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, MR ആംസൺ, KV രാമജയൻ, പ്രിൻസ് ജോൺ, ഉണ്ണികൃഷ്ണൻ പള്ളത്ത് എന്നിവർ ക്യാമ്പിന്റെ സുഗമമായ നടത്തിപ്പിന് നേതൃത്വം നൽകി. ദീർഘകാലമായി ലയൺസ് ക്ലബ്ബ് തുടർന്നുവരുന്ന ഈ സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചകളിലാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അർഹരായ രോഗികൾക്ക് സൗജന്യമായി തിമിര ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള സേവനങ്ങളും ഇതിലൂടെ ലഭ്യമാക്കുന്നുണ്ട്. രക്തദാനം ജീവദാനം എന്ന മഹത്തായ സന്ദേശമുയർത്തി കല്ലൂരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയും തൃശൂർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും സംയുക്തമായാണ് ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയത്. കല്ലൂർ സെന്റ് റാഫേൽസ് UP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് റവറൻ ഫാദർ ജോയ് കൊള്ളന്നൂർ ഉദ്ഘാടനം ചെയ്തു. IMA തൃശൂരിന് വേണ്ടി ഡോക്ടർ രാധാകൃഷ്ണൻ ക്യാമ്പിന് നേതൃത്വം നൽകി. സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന
15ാമത് ക്യാമ്പാണിത് എന്ന പ്രത്യേകതയും ഈ സംരംഭത്തിനുണ്ട്. സൊസൈറ്റി പ്രസിഡന്റ് ആൽബർട്ട് പോൾസൺ, സെക്രട്ടറി ബ്ലിസൺ ജോസ്, കെ പോൾസൺ, CA വർഗീസ് തുടങ്ങിയവരും പങ്കെടുത്തു. കല്ലൂരിലെ നിരവധി യുവാക്കളും പൊതുപ്രവർത്തകരും ക്യാമ്പിലെത്തി രക്തം ദാനം ചെയ്തു. റമദാൻ മാസത്തിന്റെ പുണ്യവുമായി കൊടകര പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. കൊടകര ജുമാ മസ്ജിദ് ഇമാം അലി സഖാഫി അൽ അഹ്കമി ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് TG അജോ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK നൌഷാദ്, ഖജാൻജി ഡിനോ കൈനാടത്ത്, ലോനപ്പൻ കടമ്പോട്, K പ്രസാദ്, കൊടകര ഉണ്ണി, IR രാജൻ, ഷോജൻ D വിധേയത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാധ്യമപ്രവർത്തകരും വിവിധ മേഖലകളിലെ പ്രമുഖരും ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. സംസ്ഥാന പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി തെളിവെടുപ്പ് 16-ന്. സംസ്ഥാന പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി അംഗം PK അരവിന്ദ് ബാബു തിങ്കളാഴ്ച രാവിലെ 11 മുതൽ തൃശൂർ കളക്ടറേറ്റിലെ എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ പരാതിയിന്മേൽ തെളിവെടുപ്പ് നടത്തും. അന്നേ ദിവസം രാവിലെ 10 മുതൽ 11 വരെ പൊതുജനങ്ങൾക്ക് പോലീസ് സൂപ്രണ്ടിന്റെയും അതിനു മുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെയും എല്ലാ തരത്തിലുള്ള നടപടി ദോഷത്തെപ്പറ്റിയുള്ള പരാതികളും, കസ്റ്റഡിയിലുള്ള സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കൽ, ഏതെങ്കിലും ആളുകളുടെ മരണത്തിന് കാരണമാകൽ, ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ ഗുരുതര സ്വഭാവമുള്ള പരാതികളും അതോറിറ്റി മുമ്പാകെ നേരിട്ട് സമർപ്പിക്കാം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471233639. വരന്തരപ്പള്ളി വടക്കുമുറിയിൽ 5.5 സെന്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്ക്. വരന്തരപ്പള്ളി അങ്ങാടിക്ക് 800 മീറ്റർ സമീപം പറ്റാത്ത കിണർ. വിളിക്കാവുന്ന നമ്പർ 9446764119. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,635 രൂപ, പവന് 1,17,080 രൂപ. ചെറുവത്തൂർ കല്ലൂക്കാരൻ വീട്ടിൽ LC അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9-ന് കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിൽ. പരേതനായ തോമസ് ആണ് ഭർത്താവ്. ജീന, ജെസ്സി, ജോബി എന്നിവർ മക്കളും സന്തോഷ്, ഷിബു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9-ന്, വോട്ടെണ്ണൽ മെയ് 4-ന്. തീയതി പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പിന്റെയും പ്രചരണത്തിന്റെയും പോരാട്ടത്തിലേക്ക് കേരളം കടക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമാവുകയാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പുതുക്കാട് LDF സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു. നിലവിലെ MLA KK രാമചന്ദ്രൻ തന്നെയാണ് ഇത്തവണയും LDF സ്ഥാനാർത്ഥി. തൊട്ടു പിന്നാലെ പ്രചരണത്തിന് തുടക്കമിട്ട് KK രാമചന്ദ്രൻ. അളഗപ്പനഗർ പാലക്കുന്നിൽ വൈദ്യുതി പോസ്റ്റിൽ പാർട്ടി ചിഹ്നം പതിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിൽ സംഘർഷം. 7 പേർക്ക് പരിക്ക്. സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ കേന്ദ്രസേന പാലക്കുന്നിൽ റൂട്ട് മാർച്ച് നടത്തി. ദേശീയപാതയിൽ സിനിമ സ്റ്റൈൽ ചേസിംഗ്. വായുവിൽ പറന്നത് ആഡംബരക്കാർ. ഒടുവിൽ കൊരട്ടിയിൽ കുടുങ്ങി വൻ ലഹരിവേട്ട. വിശ്വാസ തീഷ്ണതയോടെ പള്ളിക്കുന്നിൽ 15ാമത് അതിരൂപത ദർശന സഭ മഹാസംഗമം നടത്തി. മരണത്തിനു ശേഷവും ജീവിക്കാം. നെല്ലായിൽ അവയവദാതാക്കളുടെ മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. വിനീഷിന് താങ്ങായി സേവാഭാരതി. ഓട്ടോമാറ്റിക് വീൽ ചെയർ വിതരണം ചെയ്തു. മന്നക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ കൈത്താങ്ങ്. കൊടകരയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നു. കല്ലൂരിൽ 15ാമത് രക്തദാന മഹാമഹം. സ്തുത്യർഹ സേവനവുമായി സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.